നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചകളും വിഷയാവതരണവും ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുള്ള സമയം ഒരു ഓപ്പൺ ഡിസ്കഷനുള്ള ഒരു സമയമാണ്. ഡിസ്കഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കാം, അഭിപ്രായങ്ങൾ പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഒരു സമയം ഒരു 10 മിനിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 10 മിനിറ്റ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇരിക്കുന്നവരെല്ലാവരും ഇത്ര നേരം ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നൊരു സമയമായിരുന്നു. ഇനി റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. ചോദ്യങ്ങളായിട്ടായിരിക്കാം, അഭിപ്രായങ്ങളായിട്ടായിരിക്കാം, കമൻസ് ആയിട്ടായിരിക്കാം. ഈ ഒരു സമയം അങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു ഫ്ലോർ ഓപ്പൺ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. നമുക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ കമൻസോ ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്തേക്കുന്നത്. കാരണം അതിൻ്റെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു റീപ്രൊഡക്റ്റീവ് കെയർ, അത് റൈറ്റ് ടു ഹെൽത്തിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും കോടതിക്കും ഇല്ല, ആർക്കും ഇല്ല. പക്ഷെ അവിടെ 2 സംശയങ്ങളുണ്ട്, 2 പേർക്ക് സംശയം വരും. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു അബോർഷന് വേണ്ടിയിട്ട് നമുക്ക് MTP ആക്ട് ഉണ്ടല്ലോ, നമ്മുടെ MTP ആക്ട് ഉണ്ട്. ആക്ട് 3 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലപ്പോൾ ഒരു ഡൗട്ട് വരുന്നത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറിനാണ്. ഇതിന് ഒരു ഫോം നമുക്ക് തരും, പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഫോം തരും. ഫോം നമ്മൾ ഒപ്പിടണം. നമ്മൾ ഒപ്പിട്ടാൽ പോരാ, അത് വേറൊരാൾ കൂടെ ഒപ്പിടണം. അത് റിയാലിറ്റിയാണ്. നിയമം എന്താ, റൈറ്റ് പറയുന്നത് എനിക്ക് അബോർഷൻ വേണമെങ്കിൽ ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ പോവുക, ഞാൻ ചോദിക്കുന്ന അബോർഷൻ സർവീസ് തരേണ്ടതാണ്. ഇത് റൈറ്റ്. ഇനി റിയാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരൊരു ഫോം തരും, ഹസ്ബൻഡിൻ്റെ ഒപ്പൊന്ന് വേണം എന്ന് പറയും. ഇതിന് വേറൊരു വശമുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് പറയാം. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിനെയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം, ഞാൻ പറഞ്ഞ 2 സൈഡ് പറയാണ്. ഒരു സൈഡ് എന്ന് വെച്ചാൽ റൈറ്റാണ്, രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട്, കാരണം ഇപ്പോഴത്തെ കാലഘട്ടമാണ്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പക്ഷേ നിയമത്തിൽ ഒറ്റ കൺസെൻറ്റേ ഉള്ളൂ. ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്? സ്ത്രീകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ റൈറ്റിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഫോം ഇങ്ങനെ കമ്പൽ ചെയ്ത് ഒപ്പിടരുത് എന്ന് പറയും. ചിലപ്പോൾ അവർ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിരിക്കും. പക്ഷേ ഇത് ഇത് പല മേഖലകളിലും നമ്മൾ കാണുന്നതാണ്. കാരണം ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും, സാറ് വേറൊന്നും അതിനെക്കുറിച്ച് വിചാരിക്കരുത്, സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഒരു കാർഡ് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് തരണം. എനിക്കിപ്പോൾ 50 വയസ്സോളമായി, എന്നോട് ചോദിക്കുന്നത് എൻ്റെ ഗാർഡിയൻ ആരാന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് ചോദിക്കും. ഞാൻ ഹസ്ബൻഡിൻ്റെ പേര് എഴുതിയില്ലെങ്കിൽ ചോദിക്കും, അതെന്താ എഴുതാത്ത? നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടെ ഒരു കുഴപ്പം അതിനകത്തുണ്ട്. അപ്പം എനിക്കൊരു എക്സിസ്റ്റൻസ് ഇല്ലേ, എനിക്ക് ഒറ്റയ്ക്കൊരു എക്സിസ്റ്റൻസ് ഇല്ലേ? ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ്, ഈ സൊസൈറ്റിയുടെ ഒരു പ്രതിഫലനമാണ് ഇതിൽ കൂടെ നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടെയുണ്ട്. സാറ് പറയാത്തൊരു കാര്യം, ഒരു പക്ഷേ സാറ് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഈ വേദിയിൽ പറയാനായിട്ടൊന്നും മടിച്ചതുമാവാം. സറഗസി എന്ന് പറയുന്ന വിഷയവും, സറഗസി എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മളിപ്പോഴും നിയമത്തിന് വേണ്ടി അലമുറയിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിയമമുണ്ട്, നമ്മൾ ആ കൃത്യമായൊരു നിയമത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സറഗസി ലോസ്. അപ്പോൾ സാറിന് ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. റൈറ്റ് എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കൺസെൻറ്റ് ഫോമിലൊന്നും ആരും ഒപ്പിടേണ്ടതില്ല. പക്ഷേ ഹോസ്പിറ്റൽസ് അവരുടെ വേണ്ടി, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായും ഫോംസിൽ ഒപ്പിടിപ്പിക്കാറുണ്ട് എന്നത് റിയാലിറ്റിയുമാണ്. അപ്പോൾ റൈറ്റും റിയാലിറ്റീൻ്റെയും കാര്യമാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ആശുപത്രി പ്രസവങ്ങളൊക്കെയാണ് നമ്മളുടെ ഏകദേശം 99% ആണെങ്കിലും സിസേറിയൻ റേറ്റ് കേരളത്തിൽ വളരെ ഉയർന്നൊരു തോതിലാണ്. 15% ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ ഏകദേശം 40% മറ്റുമാണ്. അതുപോലെ തന്നെ ഈ ഗർഭനിരോധന മാർഗ്ഗങ്ങളെ പറ്റി പറയുമ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ ഒരു ചുമതല എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ നേരത്തെ ശതമാനം മാത്രമാണ്. ക്വാണ്ടം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് 10% വരുന്നുണ്ട്. പക്ഷേ വാസക്ടമിയൊക്കെ 1%, 1.5% മാത്രം. മറ്റ് പൂർണ്ണമായിട്ടും പിന്നെ ഫീമെയിൽ സ്റ്റെറിലൈസേഷനും അതുപോലെ തന്നെ ഇൻട്രായൂട്രൽ മെത്തേഡ്സ്, IUD, LD അതാണ്. അപ്പോൾ ആ മേഖലയിലുമൊക്കെ സ്ത്രീകളുടെ ആരോഗ്യ അവകാശം അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് റൈറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ സാറ് പറഞ്ഞതും വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ
എൻഡ് കെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഗ്യാസ്പിംഗ് സ്റ്റേജിൽ ചെല്ലുന്ന രോഗിയുടെ അടക്കം ഇപ്പോഴും ഇൻറ്റുബേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഈ ചെല്ലുന്ന രോഗിയുടെ ആളുകൾക്കൊന്നും മനസ്സിലാവുകയില്ല. എന്തപ്പം ഇൻറ്റുബേറ്റ്, എന്തോ ട്യൂബ് ഇടുന്ന കാര്യമാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ സമയത്തും പിന്നെ വെന്റിലേറ്ററിൽ ഇടുന്നതും പിന്നെ ബാക്കി ഓർഗൻസ് എല്ലാം മിക്കവാറും പ്രവർത്തനരഹിതമായി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ റെസ്പിറേഷൻ മാത്രമായിട്ട് ഇട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ശരിയാണ്, ഒരർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും അങ്ങനെയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. കാരണം എൻഡ് കെയറിൽ ഏത് സ്റ്റേജിൽ ഏത് ലെവൽ വരെ തന്നെ ഇനി ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ്റെ ഇതിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരോരുത്തരും ബില്ലായിട്ട് തന്നെ എഴുതി വയ്ക്കുന്ന ഒരു രീതി വരുന്നുണ്ട്. അത് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരർത്ഥത്തിൽ വളരെ നല്ലതാണ്. എമർജൻസി കെയർ എന്നൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് വളരെ നന്നായി ഡെവലപ്പ് ചെയ്ത് വരികയും ആ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മിഡിൽ ഏജിലുള്ള ഒരാൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവരെ സർവൈവ് ചെയ്യാനും അവരെ രക്ഷപ്പെടുത്താനൊക്കെ അത് സഹായകമാണെങ്കിലും പലപ്പോഴും എൽഡർലിയുടെ ഭാഗമായിട്ട് എൻഡ് കെയറിൻ്റെ ആ ഒരു സ്റ്റേജിൽ ചെല്ലുന്നവരെ അനാവശ്യമായ മെഡിക്കൽ ഇൻ്റർവെൻഷനുകൾക്ക് വിധേയമാക്കുന്നതിൻ്റെ മുകളിലുള്ള ഒരു നിയന്ത്രണത്തിന് ഇത് സഹായകമാകുമെന്ന് തോന്നുന്നു. ENT വിഭാഗം HOD ആണ്. 20 വർഷമായിട്ട് പാലിയേറ്റീവ് കെയറിൽ ഇടപെടുന്ന ഒരാളാണ്. പലപ്പോഴും നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം ഗുരുവായൂരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരായിരിക്കും. ഒരു എൻഡ് സ്റ്റേജ് ഡിസീസ് ആകുമ്പോൾ പലപ്പോഴും വണ്ടിയിൽ വന്ന് കാഷ്വാലിറ്റിയിൽ ഇറക്കി വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും? കാഷ്വാലിറ്റി ഡ്യൂട്ടിയുള്ള ഡോക്ടർ ഇത് അഡ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റർക്ക് അറിയാം, നമുക്ക് ജനറൽ വാർഡാണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് കിടക്കുന്ന സ്ഥലമാണ്. ഒരു കൈ തൊട്ടാൽ അടുത്ത ബെഡ് തൊടാവുന്ന സ്ഥലത്ത് ഇയാൾ കിടക്കുന്നു. ഇയാൾ ആര് നോക്കും എന്നുള്ളതാണ്. ഞങ്ങൾ സ്റ്റുഡൻസ് ഓർഗനൈസേഷനൊക്കെ വെച്ച് ഇങ്ങൾക്ക് 3 നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. അവിടെയുള്ള 6 സിസ്റ്റർമാരുള്ള സ്ഥലത്ത് 2 സിസ്റ്റർമാരേ ഉണ്ടാവുള്ളൂ. അവരുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് ചേരുന്നു ഇയാളെ കുളിപ്പിക്കുന്ന കാര്യം. ഇയാളെ ബെഡിൽ തന്നെ ആയിരിക്കും മലമൂത്ര വിസർജനം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അത് മാത്രമല്ല, എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുണ്ട്. പലപ്പോഴും നമ്മൾ വീട്ടുകാരെ വിളിച്ച് ഇത് അറിയിക്കുമ്പോഴും ഇദ്ദേഹം വീട് ഉപേക്ഷിച്ച് പോയതാണ്, ആരോഗ്യമുള്ള സമയത്ത് പോയതാണ്. എനിക്ക് വളരെ പേഴ്സണലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരാം, നാളെ വരാം എന്ന് ഇവരിങ്ങനെ നീട്ടി പറഞ്ഞ് 1 മാസം 2 മാസം ഇയാൾ ഇവിടെ കിടന്നിട്ട് നമുക്ക് എങ്ങോട്ടും വിടാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നത് നമ്മൾക്ക് വേറെ ഒരു വാർഡ് ഇതിനു വേണ്ടി ഒരു അഡ്വാൻസ്ഡ് ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പല മെഡിക്കൽ കോളേജല്ല ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോഴില്ല എന്നുള്ളതാണ്. ഈ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ എന്തൊക്കെയാണ് പ്രയോറിറ്റീസ്, അല്ലെങ്കിൽ അവിടെ ഒരു NGOസിനെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുക. ഇപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ ഭൂമിയിലെ മാലാഖമാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോയേട്ടൻ്റെയൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ് നമ്മളെ സഹായിക്കാറ്. വന്നാൽ ഉടനെ അവരെ വിളിച്ച് പറഞ്ഞ്, ജോയേട്ട ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. 3 നേരം അവർ ഭക്ഷണം കൊടുക്കുന്നു. അവർ വന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അവരെ തന്നെ ഒരു സംശയത്തോടെയാണ് നോക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പറ്റുന്നത് നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയർ ഗ്രൂപ്പ് പോലെ NGOസിനെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ സമ്മതിക്കണം. ഒരു വാർഡ് അതിന് വേണ്ടി വേണം. എന്തൊക്കെയാണ് ഒരു എൻഡ് ഓഫ് ലൈഫിൽ പ്രയോറിറ്റീസ് എന്നുള്ളത് ചെയ്തേ പറ്റുള്ളൂ. ഒരു മനുഷ്യന് മര്യാദയ്ക്കൊന്ന് അയാളുടെ മരിക്കാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ അതിൽ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റൊക്കെ ഇപ്പോഴും നമ്മുടെ ആശുപത്രികളിലില്ല. കംപ്ലയിൻറ്റ് പറയാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരാളോട് പറയാം, ഒരാൾ വന്ന് നോക്കണം, ഞാൻ ലീവ് എടുത്ത് നിൽക്കേണ്ടി വരും. എല്ലാ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ജോലികളാണ്. കുട്ടികളാകുമ്പോൾ അവർക്ക് പഠിത്തമാണ്. മെഡിക്കൽ സ്റ്റുഡൻസിന് ആഹാരം വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്കൊന്ന് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണേ? ഇയാൾ നമ്മൾക്ക് റോഡിലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ? അത് അൾസറായിട്ട് മാഗറ്റ്സായിട്ടൊക്കെ അത്ര ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ എത്ര നമ്മൾ കെയർ കൊടുത്താലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അഡ്മിനിസ്ട്രേഷൻ്റെ സൈഡിൽ നിന്നോ എന്തെങ്കിലും ഒരു കാര്യം അത് വേണ്ട, ഇങ്ങനെയുള്ള ആളുകൾ ആർക്കും കാണണ്ട എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് മാറ്റി അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത്. പിന്നെ പ്രയോറിറ്റീസിൻ്റെ കാര്യം മാഡം പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മളെ എത്തിക്കൽ ഇഷ്യൂസ് എനിക്ക് തോന്നിയിരുന്നത് കുറേയൊക്കെ നമ്മുടെ എത്തിക്കൽ ഇത് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വെസ്റ്റേണൈസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഡു ഓൾവേസ് ഗുഡ്, ഡു നോ ഹാം, അതുപോലെ തന്നെ പേഷ്യൻ്റ് ഓട്ടോണമി പറയുമ്പോഴും പലപ്പോഴും ഞാനൊരു ജില്ലയെ പറ്റി പറയല്ല, പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ വരുന്ന പല പേഷ്യൻസിനും നമ്മൾ ഓട്ടോണമി പറയുമ്പം അവരൊന്നും ഒട്ടും ഇൻഫോംഡ് അല്ലെന്നുള്ളതാണ്. അസുഖത്തെ പറ്റിയോ അസുഖത്തിന് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നോ വളരെ ഫ്രീയിലായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ വാദിച്ച് നിൽക്കാനുള്ള ഒരു കഴിവോ ഒന്നുമില്ല. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പോകുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഓപ്ഷൻസൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം നമ്മളൊരു അഡ്വക്കസി എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഇന്ന അസുഖമാണ്, ഇന്നൊക്കെ ഒരു സാധ്യതകളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം
ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു വളരെ ഏർലി നമുക്കിപ്പം ENT സർജൻ ആകുമ്പോൾ നമുക്ക് T1 നേരത്തെ ഉള്ളൊരു ത്രോട്ട് ക്യാൻസറൊക്കെ നമുക്ക് 100% ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളത് നേരെ എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് അവർ ചുറ്റുമുള്ള വാക്സിനെ ആരെങ്കിലും കണ്ട് അവസാനം ഒരു എൻഡ് സ്റ്റേജ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ അതിലൊരു ഉത്തരവാദിത്ത കുറവുണ്ടല്ലോ. നമുക്കിപ്പോൾ T1 ഒക്കെ ഞങ്ങൾ ഫോൺ നമ്പർ വരെ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്കത് പറ്റുന്നുണ്ട്, എത്രത്തോളം നിങ്ങളുടെ ഡ്യൂട്ടി എവിടെ നിൽക്കണു, ഡയഗ്നോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങളെ ഇഷ്ടമുള്ള ചെയ്തോളൂ എന്നാ പറയുകയാണോ അതോ അവരുടെ കൂടെ നിൽക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ തന്നെ ഒരു കോൺസെപ്റ്റ് ഒരുപാട് മാറുന്നത് ഈ പാലിയേറ്റീവ് കെയറിലും കൂടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് വളരെ പ്രശ്നമാണ്. നിങ്ങൾ OP-ലിരുന്ന് തന്നെ പറയുകയാണ്, നിങ്ങളിങ്ങനെ മദ്യപിച്ചും വെള്ളമടിച്ചും പുകവലിച്ചൊക്കെ നടന്ന ആളല്ലേ, അത് നിങ്ങൾക്ക് ക്യാൻസർ വന്നു അങ്ങനെ പറഞ്ഞാണ് ഒരു ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് ആണ്. അങ്ങനെയാണ് ഒരാളോട് പറയേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഗുണമില്ല. ഇപ്പം മദ്യപിക്കുന്ന ഒരാളോട്, പുകവലിക്കുന്ന ഒരാളോട്, ഞാൻ ബസ്സിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ബസ്സിൽ കിളിയായിട്ട് നിൽക്കുന്ന കുട്ടികളിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് 2 തവണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു സ്വാതന്ത്ര്യം നമുക്ക് പറയാനുണ്ടെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയാറുണ്ട്, നീ ഇത് ഉപയോഗിക്കരുത് എന്നുള്ളത്. പക്ഷേ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും നിങ്ങളിങ്ങനെ ഉപയോഗിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിത് വന്നത് എന്നൊക്കെ പറഞ്ഞുള്ളൊരു കുറ്റപ്പെടുത്തലും ഒക്കെ എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും. പിന്നെ ഈ നോ ബൈസ്റ്റാൻഡർ പറഞ്ഞുകൊണ്ടാണ്, അത് നമ്മൾ വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ ഉണ്ടാവില്ല. പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ടായി തന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് നിന്നിട്ടുണ്ടോ? ഒരു പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറായിട്ട് വെരി ഡിഫിക്കൽട്ട്. ഒരാളെ കൊണ്ട് പറ്റുന്നതല്ല. എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നടക്കുമ്പോൾ ഞാൻ തന്നെ നോക്കാം എന്ന് പറഞ്ഞു ന്യൂറോ സർജറിയിൽ അഡ്മിറ്റ് ചെയ്ത് കിടന്ന ഒരു അങ്കിൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെയാണ് ബൈസ്റ്റാൻഡർ. അപ്പോൾ നൈറ്റ് അവിടെ എനിക്ക് കിടക്കാം. ഞാനായിട്ട് പോലും എനിക്ക് എത്ര കിലോമീറ്ററുകളാണ് നമ്മൾ നടക്കേണ്ടി വരുന്നതെന്നോ. സീല് വെക്കാൻ പോവുക, ബ്ലഡ് കൊടുക്കുക, 3 നേരം ബ്ലഡ് കൊടുക്കുക, യൂറിൻ കൊടുക്കുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആസ് എ ഡോക്ടർ ഞാൻ കുറച്ചും കൂടെ ബെറ്ററായിരുന്നു വെച്ചാൽ നമ്മളെങ്കിൽ ഇവിടെ പോയി ബൈസ്റ്റാൻഡർ അയാൾ ഇവിടെ അങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്യുന്നൊക്കെ നിന്നു വെച്ചാൽ നമുക്കറിയാം ഒരു ബൈസ്റ്റാൻഡറുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് കെയറിൻ്റെ നമ്മുടെ അവകാശം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആശുപത്രികളും കൂടി കുറച്ച് വരേണ്ടിയിരിക്കുന്നു. പിന്നെ പാലിയേറ്റീവ് കെയറാണ് ഈ ഡിസ്കഷൻ തന്നെ എനിക്ക് തോന്നുന്നു വളരെ പ്രൊഫഷണൽ ഇതിലും ഒതുങ്ങി നിന്നൊരു സാധനത്തിനെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടത് പാലിയേറ്റീവ് കെയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും ഡോക്ടറും നഴ്സും മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യം സൊസൈറ്റി തീരുമാനിച്ച് തുടങ്ങിയല്ലോ. പാലിയേറ്റീവ് കെയർ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പം പരീക്ഷ അല്ലാതെ തന്നെ നമ്മൾക്ക് 1000-ഓളം ഉണ്ട് NGOs ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പം കുറേ കൂടി ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നാൽ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്കഷൻ നമ്മുടെ ഈ പ്രൊഫഷണൽസിൻ്റെയൊക്കെ ഉള്ളിൽ തന്നെ നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ നോ ബൈസ്റ്റാൻഡർ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ബാക്കിയൊക്കെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാതിരുന്നത്. പക്ഷേ നമ്മുടെ സിസ്റ്റർ അത് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടാണ്, ഇതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഇഷ്യൂ. അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഇങ്ങനെയുള്ള രോഗികളെ നമുക്ക് നോക്കാൻ പറ്റണം. എനിക്കൊരാളോട് പറയാൻ എന്താ ഡോക്ടർക്ക് എന്നാൽ ലീവ് എടുത്ത് വന്ന് നിന്നൂടെയും ചോദിക്കല്ലേ. ഒരു കെയറർ എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ശരിക്കും കാണുന്നുണ്ട് ഇവിടെയൊക്കെ. ഒരു കെയറർ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ തന്നെ വില്ലിങ്ങായിട്ട് നമുക്കും ചെയ്യാവുന്നൊരു കാര്യമാണത്. ഇതിൽ ഒറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത്രയൊക്കെ പറഞ്ഞ നിലയ്ക്ക് കുട്ടികളൊക്കെ വളരെ ഇൻക്യൂസിറ്റീവായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. പാലിയേറ്റീവ് കെയറിൽ കുറേ കാലങ്ങളായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ആഴ്ചയിലൊരു 3-4 കോളെങ്കിലും 5-6 കോളെങ്കിലും വരും പല ദിക്കിന്നായിട്ട്. അതായത് ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്തേക്ക് എടുക്കുന്നുണ്ട്, അവരെ നോക്കാൻ ആളില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു 5-6 മാസം മുമ്പ് സെൻറ്റ് മേരീസ് കോളേജിൽ ഒരു സെമിനാറിന് പോയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു 15 മിനിറ്റ് വരെ സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ പിന്നാലെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടി ഓടി വന്നു. നിത്യ എന്നാണ് അവളുടെ പേര്, പാലക്കാടുള്ള കുട്ടിയാണ്. ആ കുട്ടി ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാറേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കണം കേട്ടിട്ടില്ല. കരഞ്ഞുകൊണ്ടാണ് ചോദിക്കണേ, ഈ ഫുട്പാത്തിലൊക്കെ കിടക്കണ ഭിക്ഷക്കാരെന്നൊക്കെ നമ്മൾ പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകളെ കൊണ്ടുപോയി നോക്കാനായിട്ട് നമുക്ക് വല്ല സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് എനിക്ക് ഇന്നവരെ ഒരു ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. നമ്മളുടെ സർക്കാരിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഉന്നതിയിലുള്ള ഹെൽത്ത് കെയറിൻ്റെ ഒരു സിസ്റ്റത്തിലാണ് കേരളം. അത് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഭയങ്കര ഉയർന്ന നിലവാരമാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മളുടെ തൃശ്ശൂർ ജില്ല എടുത്ത് നോക്കുക, ഈ വയസ്സായവരെ, അതായത് അനാഥരായി പോയിട്ടുള്ള ആൾക്കാരെ നോക്കാനുള്ള എത്ര
സ്ഥാപനങ്ങളുണ്ട് നോക്കുന്നത്, നന്നായി നോക്കുന്നത്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളും ഉണ്ട്, അവിടെ കൊണ്ട് തള്ളാം, മലമൂത്രത്തിൽ കിടക്കാം, ആരും ശ്രദ്ധിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, അത് ബ്രാഹ്മിൻസിന് വരണം, ഈഴവയ്ക്ക് വരണം, നായന്മാർക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ സെക്കുലറായിട്ടുള്ള എത്ര സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അവിടെയാണ് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഇത്രയധികം പൈസ ഉണ്ടായിട്ടും ഇത്രയധികം കാര്യങ്ങൾ, വിദേശത്ത് നിന്ന് ഒരുപാട് പൈസ വരുന്ന ഒരു സ്ഥലമാണ് കേരളം. അവിടെ നമുക്കങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഞാനൊക്കെ പേടിക്കാറുണ്ട്, എനിക്ക് 70 വയസ്സായി. നമ്മളെയൊക്കെ ആര് നോക്കും? എവിടെ പാലിയേറ്റീവ് കെയർ ഉള്ള കാരണം, 15 കൊല്ലമുള്ള കാരണം ഇവിടെ ആരെങ്കിലുമൊക്കെ പരിഹരിക്കാം. അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെ ചെന്ന് കെടുക്കും? ഇത് വലിയൊരു പ്രശ്നമാണ് കേരളത്തെ. ഞാൻ ഈ പറഞ്ഞ പ്രശ്നം നമ്മളിതോടെയൊക്കെ ചർച്ച ചെയ്യാത്ത പ്രശ്നത്തിൻ്റെ ഏറ്റവും കാതലായ പ്രശ്നമാണ്. നമ്മളെന്ത് ചെയ്യുമെന്നുള്ളത്. പൈസയില്ലാത്ത, അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള പൈസ മാത്രമല്ല, സാധാരണക്കാരനായ നമ്മുടെ ആൾക്കാരെവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ചുറ്റുപാട് ഒരു ആഴ്ചയിൽ 6-7 കോളെങ്കിലും ഞങ്ങൾക്ക് വരും. പിന്നെ അജയൻ പറഞ്ഞ പോലെ തന്നെ, അജയ് ഞങ്ങളുടെ കൂടെ 20-22 കൊല്ലമായിട്ടുള്ള ആളാണ്. ബൈസ്റ്റാൻഡർ ഇല്ലാതെ എങ്ങനെ നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അത് കൈയൊഴിയേണ്ടി വരാറുണ്ട്. ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ നിർത്തും? ചിലപ്പോൾ എന്താ പറയുക, ഷിസോഫ്രൈനിക് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസമോ 2 ദിവസമോ പോലീസിൻ്റെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റ് പേഷ്യൻസിന് കിടക്കാൻ പറ്റാത്ത അത്രയ്ക്ക് അവർ പ്രശ്നങ്ങളുണ്ടാക്കും. അവരുടെ കുറ്റമല്ല, ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള എല്ലാ പ്രതിഫലനങ്ങളും അവരുടെ ഉള്ളിൽ കൂടെ വരുന്നതാണ്. അതിന് നമുക്ക് ഇന്നേ വരെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ ഹെൽത്ത് എൻ്റെ അവകാശമാണ്, എന്നാൽ ജന്മാവകാശമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുട്ടികൾ, ഞാൻ ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെ റെസ്പോണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഞാനതൊക്കെ പറഞ്ഞു പോയത്. അപ്പോൾ നന്ദി. നിങ്ങൾക്കാണ് ഞാൻ നന്ദി പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞില്ല തോന്നുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദമില്ല. എങ്ങനെയാണോ വന്നതെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു 9ാം വാർഡ് ഉണ്ട്. അത് പഴയ കാലം മുതലേ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഇതുപോലെ നോക്കാൻ ആളില്ലാത്തവരെ. പക്ഷേ അതിനും വലിയൊരു അപകടമുണ്ട്. ഒരു സർക്കാർ മേഖലയിൽ ആരും നോക്കാനില്ലാത്ത വരുന്നൊരു സംവിധാനം എന്ന് പറയുന്നത് വളരെ മോശമായൊരവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പക്ഷേ ആരോഗ്യവകുപ്പിനോടൊപ്പം തന്നെ ഉത്തരവാദിത്തമുള്ള മറ്റൊരു വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ്. സാമൂഹ്യനീതി വകുപ്പിനൊരു ഉത്തരവാദിത്തം ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു സജഷൻ ഉള്ളത്, തൃശ്ശൂരിൽ നിങ്ങളതൊരു വലിയൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല, അതിന് നല്ല വളണ്ടറി ഇൻവോൾവ്മെൻറ്റും കൂടി ഇല്ലെങ്കിൽ ഈ കാര്യമൊന്നും മുന്നോട്ട് പോകില്ല. അത് വെറും ഒരു ആരോഗ്യ വകുപ്പുകളുടെ ഒരു ചട്ടപ്പടിയുള്ള പ്രവർത്തനത്തിൽ ഒതുങ്ങുന്നതിലും കാര്യം. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു സജഷൻ, ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി മറ്റു പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ റോട്ടിൽ പുല്ലുവെട്ടം മാത്രമല്ലല്ലോ. താല്പര്യമുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് അവർക്കൊരു ഡെയിലി വേജിൻ്റെ അടിസ്ഥാനത്തിൽ 4 ഷിഫ്റ്റോ 5 ഷിഫ്റ്റോ ഒക്കെ ആയിട്ടുള്ള ഇതിൽ മാത്രമല്ല, ഇപ്പോൾ മാനസിക രോഗാശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്ക് മറ്റസുഖമായിട്ട് അവരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇതേ പ്രശ്നം വരുന്നുണ്ട്. കൂടെ നിൽക്കാൻ ആളില്ല. അവിടെ നിന്ന് നേഴ്സിംഗ് അസിസ്റ്റൻറ്റോ അറ്റൻഡൻറ്റോ പോയി എത്ര ആൾ കൂടെ നിൽക്കാൻ പറ്റും? എത്ര മണിക്കൂർ കൂടെ നിൽക്കാൻ പറ്റും? അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. കേരളം പോലുള്ള സ്ഥലത്ത് അത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു വാർഡോ കാര്യങ്ങളോ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ വെറും സർക്കാരി പരിപാടി പോലെ ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഒരു കൂട്ടായ്മയുടെ, പാലിയേറ്റീവ് പോലെയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ഇതായിട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നന്നായിരിക്കും തോന്നുന്നു. കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. കാരണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, കോട്ടയം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഇതെല്ലാത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു 15 വർഷം മുമ്പുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അല്ല ഇന്നുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജും അങ്ങനെയല്ല. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് എമർജൻസി ബ്ലഡ് ബാങ്ക് ഒരു സൈഡിൽ, ലാബുകൾ വേറൊരു സൈഡിൽ, ഡോക്ടർ പറഞ്ഞ കണക്ക് പല സൈഡിൽ സ്കാറ്റേഡ് ആണ്. ഇപ്പോഴുള്ള എമർജൻസി മെഡിക്കൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിങ്ങിലാക്കിയ ഡെൻ്റൽ കോളേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ തന്നെ എല്ലാം ഭയങ്കര നമുക്കൊരു സന്തോഷം തോന്നും. അവിടെ തന്നെ നമുക്ക് ലാബ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് ഒരു വിങ്ങിൽ തന്നെ. നേരത്തെ അതല്ല, നമ്മളിങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു വീൽ ചെയർ കിട്ടിയാൽ വലിച്ചെടുക്കുക, ഒരു ട്രോളി കിട്ടിയാൽ വലിച്ചെടുക്കുക. ആ സ്ഥിതിയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം. അത് എമർജൻസിയുടെ മാത്രമാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയും. നമ്മൾ വന്ന മാറ്റങ്ങൾ കൂടെ നമ്മൾ ഉൾക്കൊള്ളണം. കാരണം അവിടെ നമ്മൾ ചിലപ്പോൾ ഒരു സൈഡിൽ തന്നെ നമുക്ക് ലാബ് ടെസ്റ്റും അതുപോലെ എക്കോ എടുക്കാൻ, കാർഡിയോളജി ടെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് നേരത്തെ ഒരു 10 വർഷം മുമ്പ് വലിയ ബുദ്ധിമുട്ടായി. നമ്മൾ
പിറകെ നടക്കണം. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ് പിടിച്ചുകൊണ്ട് വരും, ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള ആളില്ല എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഇത് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, ഞാൻ കിടക്കുന്ന കിടക്കയുടെ അടുത്ത് തന്നെ ഇവർ വരികയും എന്നെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു മാറ്റം, അത് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ആ ഒരു മാറ്റം അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തും ഞാനിത് കാണുന്നുണ്ട്. കാരണം വളരെ വളരെ നല്ല ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ ഇത് തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ പോരായ്മകൾ ഇനിയുമുണ്ട്. കാരണം ഞാൻ ഇത് എങ്ങനെ ഇത്രയും ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, എൻ്റെ ഫാദർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ബ്രദറും ഒക്കെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടെ അത്രയും ഫോഴ്സ്ഡ് ആണ് അവരൊരു ക്രാം സിറ്റുവേഷനിൽ. കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും 8 മണി തൊട്ട് ഉച്ചവരെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഒന്നുമല്ല, അവരൊരു സർജറി തുടങ്ങിയാൽ തീരപ്പോഴായിരിക്കും തീർക്കും. മാത്രമല്ല ഡോക്ടർ പറയുന്ന എനിക്ക് പോസ്റ്റിംഗ് നടത്തണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കൃത്യം. കാരണം ഞാൻ പറഞ്ഞു വന്നത് തന്നെ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിനാൻസ് എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞു തന്നിട്ട് ആണ് ഞാൻ പറഞ്ഞത്. ഫിനാൻസ് പമ്പ് ചെയ്യാതെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഓരോ രോഗിയും അതുപോലെ ഓരോ ഡോക്ടറും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യണം. ഡോക്ടറും നഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ നമ്മളെ പോലുള്ളൊരു മനുഷ്യരാണ്. അവർ ഏറ്റവും നല്ലൊരു കോർഡിയൽ സിറ്റുവേഷനിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ സാധാരണക്കാർ പോകുമ്പോൾ നമുക്ക് സർവീസ് തരാൻ പറ്റുള്ളൂ. ഈ ഒരു ബാലൻസിങ് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയുടെ ബാലൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഹെൽത്ത് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. പ്രോപ്പറായിട്ടുള്ള ബെഡില്ല, പ്രോപ്പറായിട്ട് സാധനങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ്, ഡൽഹിയിലൊക്കെ നടന്നത് ആണ്, മാസ്ക് ഇല്ല, ഓക്സിജൻ സിലിണ്ടർ ഇല്ല. അവിടെയൊക്കെ നമ്മളൊന്ന് മെച്ചപ്പെട്ട് നിന്നതാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ എവിടെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യമാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്. എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഹെൽത്ത് സർവീസ് ആൾക്കാരും ഒരേ ആറ്റിറ്റ്യൂഡല്ല. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ, ഡോക്ടർ പറയുന്നത് സാർ ഒരു വൾണറബിൾ സിറ്റുവേഷൻ ഉണ്ട്, എനിക്കൊരു അസുഖം വന്നാൽ എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ഇപ്പോൾ എനിക്കൊരു ചെവിവേദന വന്നാൽ, എനിക്ക് എപ്പോഴും തൊണ്ടവേദന വരുന്ന ഒരാളാണ്. തൊണ്ടവേദന ഡോക്ടർ ശശി സാറാണ് എപ്പോഴും ഞാൻ പോയി ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ വളരെ വളരെ പവർ ബാലൻസ് സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിലാണ് ഓരോ പേഷ്യൻറ്റും വരുന്നത്. ഇത് എമർജൻസി ആപ്പോൾ ഇത്തിരി കൂടുതലും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എന്നെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് എന്നെ ഒരു പട്ടി കടിച്ചു. നേരെ ചെന്ന് ക്യാമ്പസിൽ ഒരുപാട് പട്ടി കയറരുതെന്ന് പറയാനൊന്നും പറ്റില്ല. നേരെ നമ്മൾ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പോയി. അവർ വളരെ കോർഡിയലായിരുന്നു. അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അതിന് മുമ്പ് പറഞ്ഞു വാഷ് ചെയ്യണം, വൂണ്ട് വാഷ് ചെയ്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് നേരം അല്ല, റണ്ണിങ് വാട്ടറിൽ വൂണ്ട് വാഷ് ചെയ്യണം. ശരി, ഞാൻ വാഷ് ചെയ്യാം. പക്ഷേ ഈ റണ്ണിങ് വാട്ടർ എവിടെ നടക്കുവാണ്? ഈ റണ്ണിങ് വാട്ടർ അന്വേഷിച്ചു. സോപ്പും റണ്ണിങ് വാട്ടറും. വാഷ്റൂം എവിടെ? ബാത്റൂം എവിടെ? ഒന്ന് ആലോചിച്ചു നോക്കണം. അപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹാർട്ട് ഇരിക്കുകയാണ്, ദൈവമേ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴേ കഴുകാൻ തുടങ്ങണം റണ്ണിങ് വാട്ടർ. അപ്പോൾ റണ്ണിങ് വാട്ടർ തപ്പാനായിട്ട് ഞാൻ ഈ ഇൻഫർമേഷൻ സ്കാസിറ്റി അതും ഒരു ഇഷ്യൂ ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞു TT എടുക്കണമെന്ന്. ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ TTക്ക് ഞാൻ എത്രമാത്രം ഒന്ന് അന്വേഷിച്ചു. ബട്ട് ഈ ഇൻഫർമേഷൻസും ഈ ഇൻഫർമേഷൻ അഗ്രവേറ്റഡ് ആവും. എപ്പോഴാണെന്നറിയാവും? എൻ്റെ ആരെങ്കിലും ഐസിക്ക് അകത്ത് കിടക്കപ്പോഴും ഞാൻ വെളിയിൽ ആ കസേരയിൽ ഇരിക്കപ്പോഴും ഇരട്ടിയാവും. പിന്നെ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ 100% ബൈസ്റ്റാൻഡറിൻ്റെ ജോലി എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് തവണ ബൈസ്റ്റാൻഡറായിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. തെക്ക് വടക്ക് നമ്മൾ ഓടും. ഈ ടെൻഷനും വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത്. സോ ഇതെല്ലാമാണ് നമ്മൾ ഈ റൈറ്റ് ടു ഹെൽത്തിൻ്റെ ഒരു കമ്പൗണ്ടിൽ വരുന്നത്. മാഡത്തിൻ്റെ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മൾ സ്ത്രീകളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റണം. അത്ര മാത്രമേ. അത് ഹെൽത്തിൻ്റെ, കാരണം നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യും. കാരണം എനിക്ക് സന്ധിവേദനയുണ്ടെങ്കിലോ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ, പ്രത്യേകിച്ചും ഒരു ഗൈനക് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിക്കുന്നത് എൻ്റെ മക്കൾ പഠിക്കുകയല്ല, എൻ്റെ മക്കളുടെ പഠനം കഴിയട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എനിക്കൊരു BP ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ് ഒക്കെ ഞാൻ മാറ്റിവെക്കുന്ന ഒരു പ്രവണത സാധാരണ എല്ലാ സ്ത്രീകളിലും കാണും. ഈ സ്ത്രീകളിൽ തന്നെ എലൈറ്റ്സ് ഉണ്ട്.
അപ്പോൾ ഇതുകൊണ്ട് എലൈറ്റ്സും ഉണ്ട്, വലിയ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മൾ ഈ മാറ്റി വെക്കുന്നതാണ് മാഡം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തന്നെ നമ്മൾ പരസ്പരം പറയണം, ആരോഗ്യത്തിന് കോംപ്രമൈസ് ഇല്ല. നമ്മൾ അപ്പം എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ടു എ ഡോക്ടർ, കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് പറയുന്ന ആ ചികിത്സകൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആ ഒരു വ്യത്യാസം. അതിലല്ലാതെ മാഡത്തിനോട് എനിക്ക് എന്ത് ഉത്തരം പറയണം, ഇത് പെട്ടെന്നൊരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വരുമെന്നുള്ള ഒരു കാര്യം എനിക്ക് മാഡം എന്നോട് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരുമെന്ന് വെച്ചാൽ വരത്തില്ല. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് തന്നെയാണ് നമുക്ക് വേണ്ടത്. മാഡം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ് മാഡം. സൊസൈറ്റിയുടെ റിയാലിറ്റിയുടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അത് നമ്മളൊക്കെ കൂടെ വിചാരിച്ചാലേ മാറാൻ പറ്റുള്ളൂ. ഉള്ളത് ഒരു ആശുപത്രിയാണെങ്കിൽ അവിടെ നിന്ന് സേവനം കിട്ടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ അവിടുത്തെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാവുന്ന രീതിയിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫണ്ടും കിട്ടും, ഹ്യൂമൻ റിസോഴ്സസും കിട്ടും, കേടായി കിടക്കുന്ന ഉപകരണം നന്നാവുകയും ചെയ്യും. അതിൽ ഈ രോഗീ സൗഹൃദ ആശുപത്രി സംരംഭം എന്നുള്ളതായിരുന്നു ആർദ്ര മിഷൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ. ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അത് താഴോട്ട് പോയോ എന്നുള്ള ബലമായ സംശയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് OP-യിലും അത്യാഹിത വിഭാഗത്തിലൊക്കെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയതാണ്. ഇവിടുത്തെ ആ കെട്ടിടം മോഡിഫൈ ചെയ്തത് അതിൻ്റെ ഫണ്ടൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഈ രീതിയിലുള്ള ജനങ്ങളുടേതായ ജാഗ്രതായ ഒരു പ്രവർത്തനം ആ മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ, കാരണം ഇൻഡിവിജ്വൽ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പലപ്പോഴും ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം എന്തായാലും കൃത്യമായിട്ട് ഓർക്കുന്നു. ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തിരുവനന്തപുരവും കോട്ടയം വ്യത്യസ്തമാണ്. പക്ഷേ അതിനുശേഷം വന്ന കുറേ മെഡിക്കൽ കോളേജുകളുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജ് കോവിഡിൻ്റെ പീരീഡിൽ ഞാനവിടെ കുറേ സമയം ഉണ്ടായിരുന്നതാണ്. അവിടെ ഇത് മാത്രമാണ് OP സേവനം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്വാബ് ടെസ്റ്റിംഗ് മാത്രമാണ്. അല്ലെങ്കിൽ കോന്നി മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ്, ബദിയടുക്ക മെഡിക്കൽ കോളേജ്, മഞ്ചേരിയും മാനന്തവാടി ഇപ്പം മെഡിക്കൽ കോളേജാണ്. മാത്രമല്ല ലഭ്യമായ ഡോക്ടർമാർ, ഇപ്പം ഞാൻ ആരോഗ്യവകുപ്പിൽ അല്ലാത്തതുകൊണ്ട് എനിക്കിത് പറയുന്നതിന് മടിയൊന്നും വിചാരിക്കേണ്ടല്ലോ. ലഭ്യമായ മെഡിക്കൽ ഡോക്ടർമാരെ ഈ MCI ഇൻസ്പെക്ടർ വരുമ്പോൾ അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ കിട്ടിയിരുന്ന സേവനം ഉണ്ടാവില്ല. അവിടെ സേവനത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചറൊന്നും അവിടെ ഇല്ല. ഇടുക്കിയിലേക്ക് കോന്നിയിലേക്ക് ഇവിടുന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ വെറുതെ ആളുടെ എണ്ണം അവിടെ കാണിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂയാണ്. ഒരു ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ടീം പുറത്തുണ്ടാവുക വഴി മാത്രമാണ് ആരോഗ്യ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ ജനസൗഹൃദം അല്ലെങ്കിൽ രോഗി സൗഹൃദമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വളരെ വലിയ ഒരു ചർച്ചയായിരുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ വിചാരിച്ചാൽ ഇത്ര വലിയ ചർച്ചയിലൂടെ ഇത് നീങ്ങി പോകുമെന്നുള്ളത്. പക്ഷെ ഉറപ്പായിട്ടും എനിക്കൊരു സന്തോഷമുള്ളത് ഈ ചർച്ച വളരെ കൃത്യമായ വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുന്ന ഒരു കാര്യമില്ല. പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും പേഴ്സണൽ ചലഞ്ചസ് നോക്കിയാണ് ഈ ചർച്ച വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആസ് എ മോഡറേറ്റർ ഒരുപാട് സന്തോഷമുണ്ട് ഈ ചർച്ച എഫക്റ്റീവായിട്ട് നടന്നു എന്നുള്ള നിലയിൽ. പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് എല്ലാത്തിനും ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, കുറവുകളുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയപ്പെടുന്ന ഈ പ്രാക്ടിക്കലി പോസിബിൾ ആവണമെങ്കിൽ അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. ഒരു വ്യക്തിയുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ, നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ തുടങ്ങിയ പല കമ്മിറ്റികളുടെ, മിനിസ്റ്റേഴ്സിൻ്റെ, അങ്ങനെയുള്ള പല സെക്ടേഴ്സിൻ്റെ, ഉറപ്പായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ, അതിൽ ഡോക്ടേഴ്സും സോഷ്യൽ വർക്കേഴ്സും നഴ്സസും ഒക്കെ ഉൾപ്പെടും. ഇങ്ങനെയുള്ള ഒരു പല സെക്ടേഴ്സിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്തം ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ പ്രസ്താവിച്ച ചർച്ച ചെയ്ത മൈ റൈറ്റ് മൈ ഹെൽത്ത് എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസിലേക്ക് എത്തുള്ളൂ. അത് അത്ര പെട്ടെന്ന് എത്തുന്ന ഒരു കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെല്ലാവർക്കുമായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ഒരു സെഷന് നന്ദി പറയാനായിട്ട് ചികിത്സാനിധിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ പ്രിൻസ് കെ ജെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന നമ്മുടെ WHO കൺസെപ്റ്റുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ തുടർന്ന് നടത്തിയത്. ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃശ്ശൂർ, ദയാശുപത്രി, IMA തൃശ്ശൂർ, ചികിത്സാനിധി തൃശ്ശൂർ, IDA തൃശ്ശൂർ, സോഷ്യൽ വർക്ക് വിഭാഗം വിമല കോളേജ് തുടങ്ങിയവയാണ് മുഖ്യ സംഘാടകർ ഇവിടെ സംഘാടകരായിരുന്നത്. പിന്നെ ഇവിടെ പല എന്താ പറയുക, നല്ലൊരു ചർച്ചയായിരുന്നു. ഇവിടെ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുണ്ടായി. പിന്നെ ഞാൻ വിട്ടുപോയ
വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല വിട്ടുപോയതല്ല, ഇപ്പോൾ മാഡമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അറിയാം, ബിസ്മി മാഡം റൈറ്റ് ടു എമർജൻസി കെയർ ഞങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കേസാണ്, പരമാനന്ദ കട്ടാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, റൈറ്റ് ടു എമർജൻസി കെയർ പേഷ്യൻ്റെ റൈറ്റ് എന്നുള്ള കാര്യം. പിന്നെ അവിടെ പൈസ കാര്യങ്ങളൊന്നും നോക്കലൊന്നുമില്ല, റൈറ്റ് ടു എമർജൻസി കെയർ പേഷ്യൻ്റെ റൈറ്റ് ആണ്, സുപ്രീം കോടതി ഡിസിഷനാണ്. അത് നിയമമായി എടുക്കുകയാണ്. ആ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റൈറ്റ് ടു എമർജൻസി കെയർ ഒരു ബില്ല് മാഡമൊക്കെ കൂടിയിട്ട് കോട്ടയത്തെ ലോ കോളേജിൽ വെച്ചിട്ട് ഒരു ബില്ലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. അത് എന്തായെന്ന് പറയില്ല. ഇവിടെ പിന്നെ നന്ദി പറയുക എന്നതാണ് ഇവിടെ എൻ്റെ ഒരു കർത്തവ്യം. ഇവിടെ എല്ലാവരും ഒരുപോലെ ഒരേ ഇതിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, നന്ദിയുടെ കാര്യം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ഒരു കുടുംബം പോലെയാണ് ഇവിടെ പ്രോഗ്രാം നമ്മൾ സാധാരണ ചെയ്യാറ്. പിന്നെ ഇവിടെ പങ്കെടുത്ത മോഡറേറ്റർ സംസാരിച്ച ഡോക്ടർ ശ്രീ ലിംസ് തോമസ്, നമ്മൾ മുൻപും വിമല കോളേജായിട്ട് സഹകരിച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ലിംസ് തോമസിനോട് നന്ദി പറയുന്നു. പിന്നെ അവിടെ മുഖ്യ അവതരണം ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ, ഞങ്ങളുടെ മെഡിക്കൽ ലോ ടീച്ചറും കൂടിയായിരുന്നു. പിന്നെ മാഡം എപ്പോഴും ഏത് പ്രോഗ്രാം വിളിച്ചാലും, ചികിത്സാനിധിയുടെ പ്രോഗ്രാമിൽ വിളിച്ചാൽ മാഡം നോ പറയാറില്ല. എത്ര ബുദ്ധിമുട്ടിയാലും മാഡം വരും. പിന്നെ ഇപ്പം മാഡത്തിൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ട്, റോയൽ ഡെൻ്റൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം മാഡം തൃശ്ശൂർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. പിന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാംസിനൊക്കെ മാഡം എത്തിച്ചേരാറുണ്ട്. എത്ര ബുദ്ധിമുട്ടിയാലും വരും. ബിസ്മി മാഡത്തിനോട് നന്ദി പറയുകയാണ്. ഇവിടെ പിന്നെ പാനൽ ചർച്ചയിൽ ഇവിടെ സംസാരിച്ച അരവിന്ദാക്ഷൻ സാറ്, ഇവിടെ എഴുത്തുകാരൻ, നമ്മളും എപ്പോഴും എന്താ പറയുക, ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവും ബ്രഹ്മപുത്രൻ സാറായിട്ടുള്ള കോൺടാക്റ്റിൽ സാറ് എപ്പോഴും ഞങ്ങളൊരു എന്താ പറയുക, ഒരു കുടുംബം പോലെയാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഇവിടെ എല്ലാവരും സാറിനോട് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ സംസാരിച്ച ഡോക്ടർ ഇന്ദുധരൻ സാറ്, ട്രഷറർ IMA, ഡോക്ടർ ആശ രാജേഷ്, അസോസിയേറ്റ് പ്രൊഫസർ അമല കോളേജ് നഴ്സിംഗ്, ഡോക്ടർ ജഗദീശൻ സാറിൻ്റെ വീട്ടിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഞാൻ ബ്രഹ്മപുത്രൻ സാറും പോകാറൊക്കെ ഉണ്ടായിരുന്നു. സാറും അവരുടെ ഒരു കമ്പനി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളെ ചേർത്ത് നിർത്തുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. ജഗദീഷ് സാറിന് നന്ദി പറയുന്നു. പിന്നെ ഡോക്ടർ രാജീവ് KG, IDEA സെക്രട്ടറി, ഞാനും ഡെൻ്റൽ അസോസിയേഷനിലുള്ളതാണ്. രാജീവ് KG ഡോക്ടറിന് നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ നന്ദി പറയേണ്ടത് ബ്രഹ്മപുത്രൻ സാറ് ആണ്. ശരിക്കും ഡോക്ടറാണ് അതിൻ്റെയൊക്കെ പിറകിലെല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്താ പറയുക, ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ആരും നോ പറയില്ല. പിന്നെ എന്നെ കൊണ്ടും ഡോക്ടർ തന്നെയാണ് അത് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ വന്ന് ചികിത്സാനീതി പ്രവർത്തകർ, പിന്നെ ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഭയങ്കര ഡിസ്കഷനാണ് വന്നത്. കാര്യങ്ങൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിന് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഡോക്ടർ ബേബി തോമസ്, IMA സെക്രട്ടറി, ഞാൻ മറന്നുപോയത്. ഇതിൽ നോക്കി വായിച്ച കാരണം സാറിനോട് നന്ദി പറയണേ. പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു സാറ് ഉണ്ടായിരുന്നു, ആക്റ്റീവായി പങ്കെടുത്ത സാറിനോട് നന്ദി പറയണേ. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എല്ലാവരും വിട്ടുപോയില്ലെങ്കിൽ ക്ഷമിക്കണം. അതിൽ ഇത് നോക്കി വായിച്ച കാരണം പറ്റിയതാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു.